വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. രാജ്യമാകെ പൊറുതിമുട്ടി കഴിയുകയായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും വിഷമത്തിലായിരുന്നു. ഒരു ഭാഗത്ത് കർഷക ആത്മഹത്യ, മറ്റൊരു ഭാഗത്ത് തൊഴിലാളികൾ വലിയ പ്രയാസത്തിൽ, അധ്വാനിക്കുന്ന ഓരോ വിഭാഗവും പ്രയാസത്തിൽ, വേറൊരു ഭാഗത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലക്കുന്നു, ഓഹരികൾ വിറ്റഴിക്കുന്നു. ഇത് നരേന്ദ്രമോദിയുടെ കാലമല്ല. ഈ പറഞ്ഞത് 2014 അവസാനിച്ച മൻമോഹൻ സിംഗിന്റെ കാലാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റിന്റെ കാലാണ്. 2009 മുതൽ 2014 വരെയുള്ള 5 വർഷക്കാലം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് ജനങ്ങളെ ആകമാനം തകർക്കുകയായിരുന്നു. അവസാനം സഹികെട്ട ജനങ്ങൾ ഈ നാശം എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായി. അതാണ് BJP ഉപയോഗിച്ചത്. BJP അപ്പോൾ പലതരം വാഗ്ദാനങ്ങളുമായി വന്നു. BJP കൃഷിക്കാരോട് പറഞ്ഞു, കോൺഗ്രസ് കൃഷിക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നില്ല, കർഷകർ വലിയ വിഷമത്തിലായിരിക്കുന്നു, കാർഷിക വിളകൾക്ക് വിലയില്ല, ഞങ്ങളിതെല്ലാം പരിഹരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ വാഗ്ദത്തം ചൊരിഞ്ഞു. പറഞ്ഞത്, ഒരു കാർഷികോൽപ്പന്നത്തിന് എന്താണോ ഉൽപാദന ചെലവ് അതും അതിൻ്റെ പകുതിയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള സംഖ്യ കാർഷികോൽപ്പന്നത്തിന്റെ കൃഷിക്കാരന് താങ്ങുവിലയായി കൊടുക്കും. വലിയ പ്രഖ്യാപനമാണ് നടത്തിയത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തിയതിനു ശേഷം ആ പ്രഖ്യാപനത്തെക്കുറിച്ച് അവരാലോചിച്ചിട്ടേയില്ല. ഇത്തരത്തിലുള്ള നിരവധി പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തില് മാധ്യമപ്രവർത്തകര് BJP നേതാക്കളോട് ചോദിച്ചു, നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവര് മാധ്യമപ്രവർത്തകരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്, മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ളതാണോ? അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പറഞ്ഞതല്ലേ? അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നർത്ഥം. ഈ 5 വർഷവും ആ കബളിപ്പിക്കൽ തുടരുകയാണ് ഉണ്ടായത്. ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തേ ഇതിലൊരു വ്യത്യാസമില്ലാതിരുന്നത്? 2009 മുതൽ 2019 വരെ ഒരേ രീതിയിലുള്ള ജനവിരുദ്ധ നടപടികൾ എന്തുകൊണ്ടാണ് ഇവിടെ നടപ്പാക്കപ്പെട്ടത്? കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മറ്റ് അധ്വാനിക ജനവിഭാഗങ്ങൾക്കും ജനങ്ങൾക്കാകെയും ചോദിക്കാനുള്ള ചോദ്യമാണല്ലോ ഇത്. ഭരണമാറ്റം ഉണ്ടായല്ലോ. അവിടെയാണ് നാം കാണേണ്ടത്. ഏതെങ്കിലും ഒരു പേര് മാറി മറ്റൊരു പേര് വന്നതുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കില്ല. ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും രാജ്യ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യണമെങ്കിൽ ഈ 2 കൂട്ടരും അംഗീകരിച്ച നയം അത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ടുള്ള ഒരു ബദൽ നയം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാനാവണം. അപ്പോ ഞങ്ങൾ കാണുന്നത് BJP ഗവൺമെന്റ് പരാജയപ്പെടണം, BJP പരാജയപ്പെടണം, BJP ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റാത്ത സാഹചര്യം വരണം. എന്നാൽ അതേസമയം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. ആ മതനിരപേക്ഷ ഗവൺമെന്റ് ബദൽ നയത്തോടു കൂടിയ ഗവൺമെന്റ് ആയിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്.
ബദൽ നയം, ആ ബദൽ നയത്തിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കൂ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ടു കൂട്ടരും, കോൺഗ്രസ് ആയാലും BJP ആയാലും, നടപ്പാക്കുന്നത് ഉദാരവൽക്കരണ നയമാണ്. ഈ ഉദാരവൽക്കരണ നയത്തിൽ രണ്ടു കൂട്ടർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിന്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യവും ജനങ്ങളും വലിയ കെടുതിയിൽപ്പെട്ടത്. അപ്പോൾ ഉദാരവൽക്കരണ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കണം രാജ്യത്ത് അധികാരത്തിൽ വരുന്നത്. ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കള് പലതും പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ മേന്മയെക്കുറിച്ചും കോൺഗ്രസ് എന്താകാൻ പോകുന്നു എന്നതിനെ കുറിച്ചൊക്കെ അവർ വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. നാം ആലോചിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒന്നിച്ചു ഭരിച്ചൊരു പാർട്ടി. ആ പാർട്ടി മെല്ലെ മെല്ലെ ശോഷിക്കാൻ തുടങ്ങി. എന്താണ് അതിന് കാരണം? ജനങ്ങളെ സഹായിക്കുന്ന നിലപാടല്ല സ്വീകരിച്ചത്, ജനവിരുദ്ധമായിരുന്നു സമീപനം. അതിന്റെ ഭാഗമായുള്ള ശോഷണമാണ് കോൺഗ്രസിന് ഒരു ഭാഗത്തുണ്ടായത്. വേറൊരു ഭാഗത്ത് രാജ്യത്ത് ശക്തി ആർജിക്കാൻ വർഗീയത ഒരായുധമായിട്ട് ഉപയോഗിക്കാം എന്നൊരു കൂട്ടർ കണക്കാക്കി. അങ്ങനെ വർഗീയമായി വലിയ തോതിൽ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ, വർഗീയ സംഘർഷം മൂർച്ഛിപ്പിക്കുക, കലാപത്തിലേക്ക് എത്തിക്കുക, അങ്ങനെ തങ്ങളുടെ നില കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നൊരു കൂട്ടർ കണക്കാക്കുന്ന നിലവ്. അവര് RSS നേതൃത്വം നൽകുന്ന സംഘപരിവാറായിരുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു അതിനെ നേരിടേണ്ടിയിരുന്നത്? RSS നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ ഉയർത്തുന്ന വർഗീയ പ്രശ്നങ്ങളെ ശക്തമായി നേരിടാൻ തയ്യാറാകണം. അതിലൂടെ മാത്രമേ ശരിയായ രീതിയിലുള്ള മതനിരപേക്ഷതാ ബോധം ഉയർന്നു വരും. അപ്പോൾ മതനിരപേക്ഷത സംരക്ഷണത്തിന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ സമീപനം സ്വീകരിക്കണം. കോൺഗ്രസിന് ഒരു കാലത്തും ഇത് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് എല്ലാ കാലത്തും വർഗീയതയുമായി സമരസപ്പെടാനാണ് നോക്കിയത്. വർഗീയതയെ തുറന്നു നിൽക്കാൻ തയ്യാറായില്ല. ഇതിന്റെ ഫലമെന്താ? നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് വർഗീയതയെ എതിർക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ കോൺഗ്രസിന്റെ അണികൾക്കടക്കം വർഗീയ ശക്തികളോട് വല്ലാത്തൊരു മൃദു സ്വഭാവം വന്നു. ഇതിന്റെ ഫലം ഇപ്പൊ നോക്കിയാൽ കാണാം. രാജ്യത്തെ BJP മന്ത്രിമാര്, BJP MP-മാര്, BJPയുടെ വിവിധ തരത്തിലുള്ള നേതാക്കൾ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ഇവരെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ഒരു പറ്റം കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇപ്പൊ BJPയുടെ തലപ്പത്തിരിക്കുന്നവർ എന്നാണ്. ഇപ്പൊ അവർ കോൺഗ്രസ് നേതാക്കന്മാരല്ല.
ഇപ്പോഴവർ BJP നേതാക്കളാണ്. പക്ഷെ നേരത്തെ അവരിൽ ചിലർ AICC നേതാക്കളായിരുന്നു, കേന്ദ്രമന്ത്രിമാരായിരുന്നു, സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരുന്നു, സംസ്ഥാന മന്ത്രിമാരായിരുന്നു, കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിലെ പ്രമുഖരായ നേതാക്കളായിരുന്നു. ഇവരാണ് ഒരു വിഷമവും ഇല്ലാതെ BJP ആയി മാറിയത്. എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടായത് ഈ ഘട്ടത്തിൽ? എങ്ങനെയാണ് ഇത്തരത്തിൽ മാറ്റം സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മുടെ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ ഓർക്കണം. ഗോവ അസംബ്ലിയില് കോൺഗ്രസിനായിരുന്നു കൂടുതൽ അംഗങ്ങൾ, BJPക്ക് ആള് കുറവായിരുന്നു, അംഗങ്ങൾ കുറവായിരുന്നു. പക്ഷേ അംഗങ്ങൾ കുറഞ്ഞ BJPയാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയത്. എങ്ങനെയാണ് സംഭവിച്ചത്? അവർക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ട അത്രയും എണ്ണം കോൺഗ്രസ്സുകാര് BJPയിലേക്ക് പോയി. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന കോൺഗ്രസ്സുകാർ. ഇതാണ് അവസ്ഥ. ത്രിപുരയിലെ പ്രതിപക്ഷ നേതാവ്, ത്രിപുര അസംബ്ലിയിലെ MLA-മാര് കോൺഗ്രസ് ആയിരുന്നല്ലോ പ്രതിപക്ഷം, അവരൊന്നടങ്കമാണ് BJP ആയിരുന്നു. അവിടെ തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലെ മഹാഭൂരിഭാഗം ആളുകൾ എല്ലാവരും കൂടി BJP ആയി. ഇതാണ് ഒരു പാർട്ടിയുടെ ഗതികേട്. ഒരു പാർട്ടിയാകെ മറ്റൊരു പാർട്ടിയാകുക. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ ഒരു പിടിയും കിട്ടില്ല. ഇപ്പൊ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ ഒരിടത്തും BJP ശക്തമായിരുന്നില്ല. 1-2 സീറ്റ് ചിലയിടത്ത് കാണും. കോൺഗ്രസ് ആയിരുന്നു എല്ലായിടവും, കോൺഗ്രസിന്റെ മന്ത്രിസഭയായിരുന്നു. ഇപ്പൊ നോക്കിയാൽ എല്ലായിടങ്ങളിലും BJP മന്ത്രിസഭയാണ്. എങ്ങനെ സംഭവിച്ചതാ? തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നല്ല. അവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും നിലനിൽക്കുമ്പോൾ തന്നെ കുറെ മന്ത്രിമാര്, MLA-മാര് BJP ആയി മാറി. എന്നിട്ട് അവര് ഗവൺമെന്റ് രൂപീകരിച്ചു, BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. അങ്ങനെയാണ് ഈ പറയുന്ന മാറ്റം സംഭവിക്കുന്നത്. ഇത് വർത്തമാനകാലത്തും തുറന്നാണല്ലോ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പഴയ കഥയൊന്നുമല്ല. എത്രയെത്ര സംഭവങ്ങളാണ്. മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് ആണ് പ്രതിപക്ഷം, ആ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു ദിവസം വാർത്ത, അദ്ദേഹം BJPയിലെത്തി. അതേ മാധ്യമങ്ങൾ പിറ്റേ ദിവസം വാർത്ത, അദ്ദേഹം തിരിച്ചു കോൺഗ്രസിലെത്തി. എങ്ങനെയാണ് ഇത് രണ്ടും നടക്കുക? എന്താ സംഭവിച്ചത്? BJPയിലെത്തിയ ആളെ തിരിച്ചു കൊണ്ടുവരാൻ പല ഓഫറുകൾ നൽകി തിരിച്ചു കൊണ്ടുവരും. എത്ര നാൾ നിൽക്കും? ഈ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ നാക്കിന് തുമ്പിൽ പേര് വരുന്നുണ്ടാവും. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എത്തി BJPയിലെത്തി എന്നായിരുന്നില്ലേ വർത്തമാനം? അതേ മാധ്യമങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇല്ല, ഇപ്പൊ പോകുന്നില്ല, ഇപ്പൊ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനൊരു അവസ്ഥയല്ലേ? അപ്പോ കോൺഗ്രസില് ആര് എപ്പോ മാറും എന്നൊരാൾക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആരും മാറാമെന്താണ് അവസ്ഥ. ആ തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്.
തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത വളരെ പ്രധാനമാണ്. ഇത് നാം പ്രധാനമായി കണക്കിലെടുക്കണം. നാം നൽകുന്ന വോട്ട് കൊണ്ട് ജയിച്ചു പോകുന്നയാള് ഒരു തരത്തിലും വഞ്ചന കാണിക്കുന്നയാളാവരുത്. അതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഇക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രമാണ് കേരളത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത്. കാരണം കോൺഗ്രസിനെ പിടിക്കുന്നത് എങ്ങനെയാ? പാട്ടുകുട്ടിയെ പ്ലാവില കാണിച്ചിങ്ങനെ കൊണ്ടുപോകില്ലേ? ഇവിടെ പ്ലാവിലിയല്ല, വേറെ ചില കെട്ടാണ്. അതിങ്ങനെ കാണിച്ചാല് അതിന്റെ പിന്നാലെ നാട്ടു നീട്ടി നടക്കുകയല്ലേ ഈ പറഞ്ഞ നേതാക്കന്മാർ. അത്തരമൊരു സാഹചര്യമാണല്ലോ ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് അതീവ നാണക്കേടുണ്ടാക്കുന്ന അവസ്ഥയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വിശ്വാസ്യത വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ എന്തു തരത്തിലും പ്രലോഭിപ്പിക്കാൻ കഴിയില്ല എന്ന അനുഭവം രാജ്യത്തിനുണ്ട്. എന്നാൽ കോൺഗ്രസ് അതല്ല. അത് തന്നെയാണ് അവസ്ഥ. ഇവിടെ ഇന്നലെ രാഹുൽ ഗാന്ധി വന്ന് നോമിനേഷൻ കൊടുത്തല്ലോ. രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഇന്നത്തെ ഇന്ത്യയിൽ സ്വീകരിച്ചുള്ള സമീപനം എന്താണ്? അതൊരു പ്രധാന പ്രശ്നമാണല്ലോ. രാജ്യമാകെ BJP തകരണമെന്ന് ആഗ്രഹിക്കുന്നു. BJPയുടെ സീറ്റുകൾ പരമാവധി കുറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുതകുന്ന സമീപനം തന്നെയാണോ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്? രാഹുൽ ഗാന്ധിയുടെ തട്ടകമായ ഡൽഹി, അവിടെ ആം ആദ്മി പാർട്ടിയാണ് വലിയ ശക്തി, എല്ലാവർക്കും അറിയാതെ. എന്നാൽ കോൺഗ്രസും ഉണ്ട് അവിടെ. കോൺഗ്രസ് പലയിടത്തും ജയിച്ചു വരാവുന്ന ശക്തിയല്ല. ജയിച്ചു വരാവുന്ന ശക്തിയല്ലെങ്കിലും കോൺഗ്രസ് ഉണ്ട്. അപ്പൊ അവിടെ പരാജയപ്പെടേണ്ടത്, തീർത്തും ഒറ്റപ്പെടുത്തേണ്ടത് BJPയാണ്. ആം ആദ്മി നല്ല നിലപാടെടുത്തു. ഇന്നത്തെ ദേശീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട നിലപാട്. BJPയെ പരാജയപ്പെടുത്താൻ, BJPയുടെ സീറ്റ് പരമാവധി കുറക്കാൻ കോൺഗ്രസുമായി കൂടി സഹകരിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ റിസൾട്ടൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞതല്ല. എന്നാൽ BJP പരമാവധി ഒറ്റപ്പെടണം. അതിന് തങ്ങളോടൊപ്പം കോൺഗ്രസ് ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് കെജ്രിവാൾ കൂടുതലും കണക്കാക്കി. കെജ്രിവാൾ പരസ്യമായി ഇപ്പോൾ പറഞ്ഞു, വലിയ ഗതികേടിലായ കോൺഗ്രസിന് ആകെ 7 സീറ്റാണ് അവിടെയുള്ളത്. ആ 7-ൽ 3 സീറ്റ് നൽകാം എന്ന് കെജ്രിവാൾ തന്നെ ഓഫർ ചെയ്തു. എങ്ങനെ പരിശോധിച്ചാലും നല്ല നിർദ്ദേശമാണ്. പക്ഷേ കോൺഗ്രസ് അവിടെ സഹകരിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്താ അതിന്റെ അർത്ഥം? കോൺഗ്രസും വാശിയോടെ മത്സരിക്കുക, അവിടുത്തെ ആം ആദ്മിക്ക് സാധാരണഗതിയിൽ നല്ലൊരു സ്പേസ് അവിടെയുണ്ട്.
എന്നാൽ അതിനെ കുറക്കാൻ പറ്റുമെന്നാണ്. ആർക്കാ അതിന്റെ ഗുണമുണ്ടാകുക? BJPക്ക് 1-2 സീറ്റ് BJPക്ക് കൂടുതൽ കിട്ടുന്ന നിലവിൽ അത്തരമൊരു നിലപാട് രാജ്യ താല്പര്യം മുൻനിർത്തി സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നോ? പോട്ടെ, നമ്മുടെ രാജ്യം ആര് ഭരിക്കണം തീരുമാനിക്കുന്നത് ഉത്തർപ്രദേശാണെന്ന് സാധാരണ പറയാറുണ്ട്. എന്താണ് കാര്യം? 80 സീറ്റാണ് ഉത്തർപ്രദേശിൽ. അപ്പൊ 80 സീറ്റ് ലോക്സഭയിൽ വലിയൊരു നമ്പറാണ്. കോൺഗ്രസ് അവിടെ മഹാഗതികേടിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 2 സീറ്റ് ഒഴികെ ബാക്കി എല്ലാറ്റിലും ദയനീയമായ പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഒന്ന് SP, മറ്റൊന്ന് BSP. ഈ 2 പാർട്ടികളും കാലാകാലമായി വലിയ മത്സരത്തിലാണ്. ആ മത്സരം നല്ല ശക്തിയുള്ളവരായതുകൊണ്ട് തന്നെ രണ്ടിടത്തും മാറി മാറി ജനങ്ങളുടെ സഹകരണവും ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ രാജ്യത്തിന്റെ പൊതുവായ നില കണക്കിലെടുത്ത്, രാജ്യം നേരിടുന്ന ആപത്തും കണക്കിലെടുത്ത് ഇവിടെ ചെയ്തത് ഈ 2 പാർട്ടികളും ഒന്നിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഒന്നിച്ച് മത്സരിക്കുമ്പോൾ മഹാശക്തിയെ, ഈ 2 കൂട്ടരും ചേർന്നാൽ മഹാശക്തിയെ. ഇപ്പൊ 2 കൂട്ടരും കൂടി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോ BJPക്ക് ഒന്നുമില്ലാതാണല്ലോ. അപ്പൊ അതിനവര് കോൺഗ്രസിനോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് മത്സരിക്കാം. കോൺഗ്രസിന് വലിയ സ്വാധീനമൊന്നുമില്ല, എന്നാൽ ഉള്ള സ്വാധീനം ഉപയോഗിക്കാം. ഇതാണ് അവർ കണക്കാക്കിയത്. പക്ഷേ അനുകൂലമായി പ്രതികരിച്ചില്ല. എങ്ങനെയൊക്കെ അതിന് ഉടക്ക് വെക്കാൻ പറ്റുമെന്ന് നോക്കി. ഇതല്ലേ സംഭവിച്ചത്. അങ്ങനെ വന്നപ്പോൾ അവര് SP-യും BSP-യും നല്ല മാന്യമായ നിലപാട് തന്നെ എടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആകെ ജയിക്കാൻ അവിടെ കഴിഞ്ഞത് 2 സീറ്റാണ്. ആ 2 സീറ്റ് കോൺഗ്രസ് തന്നെ മത്സരിക്കട്ടെ, തങ്ങൾ അവിടെ മത്സരിക്കുന്നില്ല എന്ന നിലപാട് ഈ 2 കൂട്ടരും. അത് അവരുടെ മാന്യത. പക്ഷെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ഇത്തരമൊരു കൂട്ടുകെട്ട് BJPക്കെതിരായി ശക്തമായി വന്നാൽ ആ കൂട്ടുകെട്ടിനെ കൂടുതൽ ബലപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം വോട്ട് എങ്ങനെ ഛിന്നഭിന്നമാക്കാം, അങ്ങനെ വന്നാൽ BJPക്ക് സഹായകരമാവും. BJPക്ക് 1-2 സീറ്റ് കൂടുതൽ നേടാൻ കഴിയും, BJPക്കെതിരെയുള്ള വോട്ടുകൾ ശിഥിലമായ. ഇതാണ് കോൺഗ്രസ് അവിടെ ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ യഥാർത്ഥത്തിൽ? ഇപ്പൊ നമ്മുടെ ബീഹാർ എല്ലാവരും കൂടിയുള്ള ഒരു സഖ്യം ഉയർന്നു വരാനാണ് ആലോചിച്ചത്. അതിനും കോൺഗ്രസ് ആണ് തുടക്കം വെച്ചത്. ഇതിന്റെ അർത്ഥം BJP രക്ഷപ്പെടുമെന്നല്ല. BJP വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷെ BJPക്ക് നിലവിലുള്ളതിനേക്കാളും 2-3 സീറ്റ് കൂടുതൽ നേടാനുള്ള അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഇതിലുള്ള ദുഃഖകരമായ കാര്യം.
ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നു. ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ വന്ന രാഹുൽ ഗാന്ധി പരസ്യമായി പറയാണ്, ഇടതുപക്ഷത്തെ കുറിച്ച് ഒരു അക്ഷരം എതിരായിട്ട് പറയില്ല. നിങ്ങൾ മത്സരിക്കാൻ വന്നത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ നോക്കാനാണല്ലോ. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോ, അത്തരമൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുമ്പോ രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്താ? ഇടതുപക്ഷം പരാജയപ്പെടുത്തേണ്ടതാണ്, തകർക്കേണ്ട ഒരു ശക്തിയാണ് ഇടതുപക്ഷം. ഈ സന്ദേശമാണല്ലോ നിങ്ങൾ നൽകുന്നത്. അത്തരമൊരു സന്ദേശം ഇന്നത്തെ ഇന്ത്യക്ക് ഗുണകരമായതാണോ? നിങ്ങൾ പറയുന്നത് BJP-ക്കെതിരെയാണ് സംസാരിക്കുകയാണ്. അവിടെ വയനാട് മണ്ഡലത്തില് BJP-ക്ക് സ്ഥാനാർത്ഥിയില്ലല്ലോ. BJP സ്ഥാനാർത്ഥി ഇല്ലാത്ത മണ്ഡലത്തിലേക്കാണല്ലോ നിങ്ങൾ മത്സരിക്കാൻ വന്നത്. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ അവസ്ഥ വെച്ചാൽ എത്രമാത്രം ദയനീയമായ ഒരു പ്രദർശനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അവസാനം എന്തോ ഒരു സൗജന്യം പോലെ പറയാണ്, ഞാൻ ഇടതുപക്ഷത്തെ കുറിച്ച് ഒരു വാക്കും പറയില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്തിനെ കുറിച്ചാ പറയാനുള്ളത്? ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും താരതമ്യപ്പെടുത്തി എന്തെങ്കിലും പറയാനുണ്ടോ? ഇടതുപക്ഷം ജനങ്ങളോടൊപ്പം അല്ലാതെ നിലപാട് സ്വീകരിക്കുന്നു, കോൺഗ്രസ് ആണ് ജനങ്ങളോടൊപ്പമുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഏതെങ്കിലും ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഒന്നുമില്ലാലോ, ഒരു കാര്യവും കാണാനില്ലല്ലോ. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ അങ്ങേയറ്റം തെറ്റായ സന്ദേശമാണ് നിങ്ങൾ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നവരോട് നൽകിയിട്ടുള്ളത്. ഇവിടെ 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ നേരിടുന്ന സ്ഥാനാർത്ഥികളുണ്ട്. ആ സ്ഥാനാർത്ഥികളെയെല്ലാം ഞങ്ങളുടെ ശരിയായ രീതിയിൽ തന്നെയാണ് നേരിട്ട് പോകുന്നത്. ബാക്കി 12 ഉള്ളതിൽ നിന്ന് ഒരു വ്യത്യാസവും വയനാട്ടിലുമില്ല. നിങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ കർമ്മമണ്ഡലം അമേഠിയായിരിക്കുമെന്ന്. അത് നന്നായി. കാരണം നിങ്ങളെ ഏത് ഫലമാണ് കേരളത്തിൽ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതായാലും ഞങ്ങൾ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നേരിടാൻ വരുന്നവരെ പരാജയപ്പെടുത്താൻ ആകാവുന്നതൊക്കെ ചെയ്യുക എന്ന നിലപാട് തന്നെയാണ് LDF-നുള്ളത്. ഇവിടെ നേരത്തെ ഞാൻ പറയേണ്ടായ ഒരു ബദൽ നയത്തോടു കൂടിയ ഗവൺമെന്റാണ് വേണ്ടത്. ആ ബദൽ നയം കോൺഗ്രസിനാവില്ല. കോൺഗ്രസിന്റെയും BJP-യുടെയും നയം ബദലല്ല,
ഉദാരവൽക്കരണ നയമാണ്. എന്താണ് ബദൽ നയത്തിന്റെ പ്രത്യേകത? ബദൽ നയത്തിന്റെ പ്രത്യേകത പരിശോധിക്കാൻ നമ്മുടെ കേരളം എടുത്താൽ മതി. കേരളത്തിലെ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത്. 2016 വരെയുള്ള 5 വർഷക്കാലം UDF ആണ് ഇവിടെ ഭരിച്ചത്. അതിൽ ആദ്യ ഭാഗം കേന്ദ്രത്തിലെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, രണ്ടാമത്തെ ഭാഗം 2014 മുതൽ 16 വരെ നരേന്ദ്രമോദി ഗവൺമെന്റുകാർ. എന്നാൽ ഏറ്റവും രസകരമായ ഒരു വസ്തുത, മൻമോഹൻ സിംഗിന്റെയും നരേന്ദ്രമോദിയുടെയും നയത്തിൽ നിന്ന് ഒരു വ്യത്യാസവും കേരളത്തിലെ UDF ഗവൺമെന്റ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അവരംഗീകരിക്കുന്ന നയം, ഉദാരവൽക്കരണ നയം, അത് കൂടുതൽ വാശിയോടെയാണ് നമ്മുടെ സംസ്ഥാനം നടപ്പാക്കാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തയ്യാറായത്. ഇതിന്റെ ഫലം എന്താണെന്ന് അനുഭവിച്ചവരാണ് നമ്മൾ. ഞാൻ ആകെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എങ്കിലും നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ മതി. 2016 വരുമ്പോ നമ്മുടെ നാടിന്റെ അവസ്ഥ, ഉദാരവൽക്കരണം കൊണ്ട് രാജ്യം തകർന്നു, നമ്മുടെ കേരളവും വലിയ തകർച്ചയിലായി. ഇതിലൊരു ഭാഗം കേരളത്തിന്റെ പ്രത്യേക കാര്യം, നേരത്തെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് വൻപിച്ച അഴിമതിയാണല്ലോ കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ടായത്. വലിയ വലിയ അഴിമതികള്, ആരോപണങ്ങള് ഉയർന്നു വന്നല്ലോ. പിന്നീടാണ് 2016 ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടപാടുന്ന, അഴിമതിയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിരുന്നു കേരളം. നമ്മളെല്ലാവരും വല്ലാതെ ദുഃഖിച്ചു, വിഷമിച്ചു, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിച്ചു. ഇപ്പോ 3 വർഷത്തോളമായി LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കും. ഈ 3 വർഷക്കാലം എന്താണ് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഇപ്പോ ഇന്ത്യ രാജ്യത്ത് നേരത്തെ അഴിമതിയിൽ 1ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ അഴിമതി കുറഞ്ഞ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ കേരളം എന്ന് ഇന്ത്യ ഗവൺമെന്റും രാജ്യവും സാക്ഷ്യപ്പെടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് മാറ്റം. ഈ മാറ്റം നാം കാണണം. എന്തുകൊണ്ടാണത്? ബദൽ നയത്തിന്റെ ഭാഗമായാണ്. ഇനി 2016 ആകുമ്പോ നമ്മുടെ പല വീടുകളിലും വൈകുന്നേരങ്ങളിൽ TV ഓൺ ചെയ്യാറില്ല. കാരണം എന്താ അന്നത്തെ വാർത്തയായിട്ട് എന്താ വരിക, എന്തെല്ലാം ജീർണതകളാണ് വരിക എന്നൊരു ഉറപ്പില്ല. കുട്ടികളോട് കൂടിയൊക്കെ ഇരുന്ന് കാണാൻ പറ്റാത്ത പല വാർത്തകളുമാണ് ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. വൻപിച്ച ജീർണത, വല്ലാത്തൊരു അന്തരീക്ഷം. ഇപ്പോഴോ ജീർണതയുടെ ഒരു അംശം പോലും തീണ്ടാത്ത അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരം ബദലായി വന്നിരിക്കുന്നു. ഇത് ബദൽ നയത്തിന്റെ പ്രത്യേകത തന്നെയാണ്. LDF ഉയർത്തിപ്പിടിക്കുന്ന ബദൽ നയം. ഇനി ഭരണ നടപടികൾ. ഭരണരംഗത്ത് ജനങ്ങളെല്ലാം ഒരു നിരാശയിലായിരുന്നു. ഇവിടെ ഒന്നും നടക്കില്ല, ഒരു കാര്യവും നടത്താൻ സമ്മതിക്കില്ല.
ഞാൻ ഈ നാട്ടിലായിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കടുത്ത നിരാശ ആളുകൾ. ഇപ്പൊ നിരാശയല്ല, നല്ല പ്രത്യാശയാണ്. നല്ല പ്രത്യാശയിലാണ് ആളുകൾ നിൽക്കുന്നത്. കാരണം നേരത്തെ നടക്കില്ല എന്ന് കണ്ട കാര്യങ്ങൾ ഇപ്പോൾ നടക്കും എന്നെല്ലാവരും വിശ്വസിക്കുകയാണ്. അതൊരു മാറ്റമല്ലേ? ഇപ്പൊ നാഷണൽ ഹൈവേ ഇപ്പൊ നടക്കില്ല എന്നാരൊക്കെ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ ജലപാത കോവളത്തുനിന്ന് പുറപ്പെട്ട് കാസർഗോഡ് ബേക്കൽ വരെ 600 കിലോമീറ്റർ അടുത്ത വർഷം 2020 അതിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കുന്നു. എന്ന് പറഞ്ഞാൽ കോവളത്ത് നിന്ന് 600 കിലോമീറ്റർ സഞ്ചരിച്ച് ബേക്കലില് ഒരു ബോട്ടിൽ എത്താമെന്നർത്ഥം. ആ നിലയിലാണ് മാറ്റം വരുന്നത്. കേരളത്തിന് 2 ഭാഗം, ഒന്ന് തീരദേശം, ഒന്ന് മലയോരം. ഈ 2 ഭാഗത്തും ഓരോ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, സംസ്ഥാന സർക്കാർ 10,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. സമയബന്ധിതമായി അത് തീർക്കാൻ പോകുന്നു. മാറ്റമല്ലേ ഇത്? നേരത്തെ പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈൻ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അത് പ്രാവർത്തികമാകാൻ പോകുന്നു. കൂടംകുളം പവർ ലൈൻ അവരിട്ടേച്ച് പോയതാ പവർ ഗ്രിഡ് കോർപ്പറേഷൻ. ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ തീർന്നെന്നും പറയാ, തീർന്നില്ല എന്നും പറയാ. ആ അവസ്ഥയിലാണ്. എന്താ അങ്ങനെ? ഒരു ടവർ പണിയുന്നതിന് ഒരു സ്റ്റേ ഇല്ല. ആ കേസ് കോടതിയിൽ കിടക്കുകയാണ്, വിധി പറയാൻ വേണ്ടി വെച്ചിരിക്കുക. അപ്പോ ആ വിധി വരുന്നതോടെ സ്വാഭാവികമായും ആ ലൈനങ്ങ് പൂർത്തിയാവും. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ആകെ എടുത്തു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നതിൽ നമ്മളെല്ലാം വലിയ ഉത്കണ്ഠ ഉള്ളവരായിരുന്നു. അതിന്റെ ഭാഗമായാണ് 4 മിഷനുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഒന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമായിരുന്നു. നാടും നാട്ടുകാരും എല്ലാം അതിന്റെ കൂടെ കൂടി. എന്താ ഫലം? 2 വിദ്യാഭ്യാസ വർഷമാണ് പിന്നിടുന്നത്. ഇപ്പൊ 2ാമത്തെ വിദ്യാഭ്യാസ വർഷാരംഭത്തിൽ വന്ന ഒരു പ്രത്യേകത, നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ 3,41,000 കുട്ടികൾ പുതുതായി വർദ്ധിച്ചു. ഇതല്ലേ മാറ്റം? മറ്റ് സ്കൂളുകളിൽ ചേർന്ന കുട്ടികൾ ഈ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നു. രക്ഷിതാക്കളും നാട്ടുകാരും കുടുംബങ്ങളും വിദ്യാർത്ഥികൾ തന്നെയും ഈ സ്കൂളിലാണ് പോകേണ്ടതെന്ന് ധാരണയിലേക്ക് എത്തി. ആ തരത്തിൽ മികവ് വർദ്ധിച്ചു. ആരോഗ്യരംഗത്ത് വന്ന മാറ്റം, മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. എന്തുകൊണ്ടാണിത്? ഒരു ബദൽ നയമാണ് ഇവിടെ നടപ്പാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ മാറ്റം. ഇപ്പൊ നാം ഒരു വലിയ ദുരന്തം, പ്രളയ ദുരന്തം നേരിട്ടു. രാജ്യവും ലോകവും നമ്മളെ നോക്കി പ്രശംസിച്ചു. എന്തിന്? അതിനെ ഇത്ര വലിയ ഒരുമയോടെ നേരിട്ടത്, നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് അതിനെ അതിജീവിച്ചത്. വലിയ ഒരുമയാണ് ഉയർന്നു വന്നത്. പക്ഷെ അത്തരം ഒരുമ ഇഷ്ടപ്പെടാത്ത ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഐക്യം ഇഷ്ടപ്പെടാത്ത ശക്തികളുണ്ട്. പല തലങ്ങളിൽ കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, ഓ, ഇത് വല്ലാത്ത ഒരു പ്രതികരണമാണ് ദേശീയ തലത്തിലും ലോകത്തും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മാറ്റണം. ഉടനെ മഹാദുരന്താണല്ലോ നമ്മൾ നേരിട്ടത്. ആ മഹാദുരന്തം
പ്രകൃതി വരുത്തി വെച്ചതല്ല, മനുഷ്യനിർമ്മിതമാണ്. അതിൽ സർക്കാർ വലിയ വീഴ്ച വരുത്തി. അതുകൊണ്ടാണ് ഇത്ര വലിയ നാശനഷ്ടം ഉണ്ടായത്. വൻപിച്ച പ്രചരണം ചെല്ലടിച്ചു. നിയമസഭയിലും പുറത്തും അതിന്റെ വസ്തുക്കൾ പറഞ്ഞു. എല്ലാവർക്കും ബോധ്യമായി. ഈ പറഞ്ഞവർക്കും പിന്നെ നാക്കില്ല അത് പറയാൻ. കാരണം കേന്ദ്ര ജലവിഭവ കമ്മീഷനുണ്ട്. അത് വലിയ സാങ്കേതിക വിദഗ്ധരുള്ള കമ്മീഷനാണ്. അവർ വിശദമായി പരിശോധിച്ചു, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് മനുഷ്യനിർമ്മിതമല്ല, മഹാപ്രളയം, മഹാമാരി ഇതിന്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതിന്റെ കണക്ക് അവർ പറഞ്ഞു. ഞാനത് അതിന്റെ ഒന്നും ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായപ്പോ ചിലര് ഇത് മെല്ലെ ഒന്ന് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ ഇതൊക്കെ നാട്ടുകാർക്കെല്ലാം അറിയാലോ. നമ്മുടെ നാട്ടിലെ ജനങ്ങള് എല്ലാ കാര്യവും മനസ്സിലാക്കുന്നവരാണല്ലോ. അവരുടെ മുന്നിൽ എല്ലാ ചിത്രവും ഉണ്ടല്ലോ. എന്തായിരുന്നു, എന്താണ് ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് എന്താണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ അത് വലിയ തോതിൽ യേശുന്ന നിലയില്ല. ഇതിനു വേണ്ടി കൊട്ടേഷൻ എടുത്തവരുണ്ട്, നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ഒരു തരത്തിലും ജനങ്ങൾ സ്വീകരിക്കില്ല എന്നാണ് അർത്ഥം. നാം ഇപ്പോൾ എന്തിനാ ശ്രദ്ധിക്കുന്നത്? ഇത്തരത്തിൽ എന്തെങ്കിലും വിവാദം ഉയർന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിച്ചു പോകലല്ല സർക്കാരിന്റെ ജോലി. നാം ഒരു മഹാദുരന്തം നേരിട്ടു. നമ്മൾ നല്ല ഐക്യത്തോടെയും ഒരുമയോടെയും ആണ് അതിനെ നേരിട്ടത്. ആ ദുരന്തത്തിന് ശേഷം നമ്മൾ കരഞ്ഞിരിക്കാനല്ല തീരുമാനിച്ചത്. നമുക്കിവിടെ പുതിയ കേരളം സൃഷ്ടിക്കണം. സ്വാഭാവികമായ വളർച്ചയ്ക്ക് തടസ്സം വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ കേരളം, ഇനിയൊരു ദുരന്തമുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കേരളമാവണം. അതിനുള്ള നടപടികളാണ് നാം സ്വീകരിക്കുന്നത്. അതിനും ജനങ്ങളുടെ ആകെ പിന്തുണയും സഹകരണവും ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരുമയും ഐക്യവും നിലനിർത്തിക്കൊണ്ട് ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നാം കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് ആ ശ്രമം വിജയിപ്പിക്കാനാവും. ഈ തെരഞ്ഞെടുപ്പിലെ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് പ്രധാനം. തെരഞ്ഞെടുക്കപ്പെടുന്നയാള് നല്ല ഉറപ്പോടെ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുന്നയാളാവും. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന രാഷ്ട്രീയ ശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ ജോർജിനെയാണ് LDF നിർത്തിയിരിക്കുന്നത്. വീണ ജോർജ് ഈ 7 മണ്ഡലത്തിലെയും ഏറ്റവും സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയായി ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. അതാണ് ആബാലവൃദ്ധം ജനങ്ങളുടെ പ്രതികരണം കാണിക്കുന്നത്. കൂടുതൽ കൂടുതൽ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതുമാണ് നമുക്ക് കാണാൻ കഴിയുക. വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ അരിവാച്ചെടി നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ അവരെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം. പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനാണ് സംഘപരിവാറിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദിയുടെ മൗനാനുവാദവും ഇതിനുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്.